നമസ്തേ. കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 23-ാം തീയതി, അതായത് 2025 മെയ് മാസം 7-ാം തീയതിയും ബുധനാഴ്ച ദിവസവും പൂരം നക്ഷത്രവും ദശമി തിഥിയും ആനക്കരണവും ഒത്തുചേർന്ന ദിവസം അന്ന് പുലർച്ചെ 4:08 ബുധൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയം 27 നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാരെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജ്യോതിശാസ്ത്രപ്രകാരം ബുധന് വിദ്യയും വാക്കിൻ്റെയും കലാസാമർഥ്യം, വിഷ്ണു സംബന്ധമായ കർമ്മങ്ങൾ, കളിസ്ഥലം, ശില്പം, യുവരാജകത്വം, സുഹൃത്തുക്കൾ, തമാശ, കച്ചവടം, അമ്മാവന്മാർ ഇവരെയെല്ലാം ചിന്തിക്കേണ്ടത് ബുധനെ കൊണ്ടാണ്. എന്നാൽ ഈ പറഞ്ഞ കാരകത്വങ്ങൾ അവരുടെ ജാതകത്തിൽ ബുധൻ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിലും ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ചിന്തിക്കേണ്ടത്. ബുധൻ്റെ ഉച്ചക്ഷേത്രം കന്നിരാശിയും ബുധൻ്റെ സ്വക്ഷേത്രം മിഥുനം, കന്നി എന്നിവയുമാണ്. ബുധൻ്റെ നീചരാശി മീനവുമാണ്. ആയതിനാൽ ജാതകത്തിൽ അനിഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ, അതായത് ശത്രുക്ഷേത്രം, പാപഗ്രഹം എന്നിവയോട് ചേർന്നു നിന്നാൽ പാപഫലമാണ് ലഭിക്കുന്നത്. എന്നാൽ ആദിത്യനോട് ചേർന്ന് ബുധൻ നിന്നാൽ നിപുണയോഗം ഭവിക്കുന്നു. ഈ യോഗത്തിൽ ജനിച്ചവർ വളരെ ബുദ്ധിശക്തിയുള്ളവരാണ്. ആയതിനാൽ ബുധദിശയിലും ആദിത്യദിശയിലും ഈ ഫലം പൂർണ്ണമായും ലഭിക്കുന്നതാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം, കർക്കിടകക്കൂറിൽ ഉൾപ്പെട്ട ഈ നക്ഷത്ര ജാതകർക്ക് ബുധൻ 10-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇവർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മധ്യസ്ഥത വഹിക്കുകയും മുടങ്ങിയ പഠനം പുനരാരംഭിക്കുകയും പൂജാരിമാർക്കും തന്ത്രിമാർക്കും ഈ കാലഘട്ടത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ വിജയം കൈവരിക്കുകയും ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും ഉത്തമമായ കാലഘട്ടമാണ്. മകം, പൂരം, ഉത്രം, കാൽ, ചിങ്ങക്കൂറ് ലാഭാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരികയാൽ ഭാഗ്യങ്ങൾക്ക് വർധനവുണ്ടാകുകയും ബുക്ക് സ്റ്റാൾ നടത്തുന്നവർക്ക് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ലാഭം വന്നു ചേരുകയും ടീച്ചർമാർക്കും ഭരണാധികാരികൾക്കും പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും എഴുത്തുകാർക്കും ചിത്രരചയിതാക്കൾക്കും പ്രസംഗം, സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ട കലാകാർക്കും കാലം അനുകൂലമാകുന്നു. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര, മകരക്കൂറിൽ ഉൾപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാധിപൻ കൂറിൻ്റെ 4-ൽ വരുകയാൽ എൻട്രൻസ് വിജയം കൈവരിക്കുകയും ചിത്രരചന പഠിക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പുതിയ വാഹനങ്ങൾ വന്നുചേരുകയും കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുകയും അമ്മാവന്മാരിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നുചേരുകയും ഗവൺമെൻറ്റിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ഡോക്ടർമാർക്കും ടീച്ചർമാർക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കുകയും ഫലമാകുന്നു.